നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഒരു എൻട്രി, എക്സിറ്റ്, ബ്രേക്കൗട്ട്, കൺസോൾട്ടേഷൻ സോണൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് എന്ന് പറയുന്നത്. ഇത് F&O, ഫോറക്സ്, കൊമോഡിറ്റി, ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറൊന്നുമല്ല, യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, വ്യൂ വീഡിയോസ് ഉണ്ട്, പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൽ 1.5 വർഷത്തെ ഡാറ്റാസ് ഉണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഒക്കെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഒക്കെ അറിയാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചു പോകാം എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. ഞാൻ കൂടുതൽ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. അപ്പോൾ നിഫ്റ്റി ലൈവ് ട്രേഡിങ്ങിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ നേരിട്ട് വിളിക്കാം. ഒറ്റ കാര്യമുള്ളൂ, ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നുള്ള കാര്യങ്ങൾ പറയാറില്ല. ഒരു ഡീറ്റെയിൽ വ്യൂ ആണ് അനലൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്യുന്നവർ, ലോസ് വരുന്നത് അങ്ങനെ ലോസ് വരുന്നവർ, ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി കിട്ടുന്ന ഒരു മെൻറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് ലൈവ് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ശൈലി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സാധാരണ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും ഇത്തിരി ഡിഫറൻ്റ് ആണ് എൻ്റെ രീതികൾ. അപ്പോൾ ആ രീതികളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈവിലുണ്ടായിരുന്നെങ്കിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന് പോസിറ്റീവായിട്ടുള്ളൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കൂടാം. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ് മെജോറിറ്റി ലൈവിൻ്റെ ടൈം. ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേ, പഠിക്കാനാണെങ്കിലും ശരി ലൈവിലേക്കാണെങ്കിലും ശരി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മാർക്കറ്റ് 18 പോയിൻ്റ് ഡൗൺ ആണ്. നിഫ്റ്റി 136 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റി ഡൗൺ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ടൊക്കെ വൈറ്റ് ഡോട്ട് ഏതാണ്ടൊക്കെ ഒരു സിമിലാരിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്രീൻ ലൈൻ, അതായത് 24,689 മുകളിലോട്ട് പോയാൽ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. എവിടെയാണ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ ഇതിൻ്റെ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 18 പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ വന്നിരിക്കുന്നത്. 18 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ 24,670 3 പോയിൻ്റ്. അതിനുശേഷമുള്ളൊരു ഡൗൺ എന്ന് പറയുമ്പോൾ 24,658 24,658 പ്ലസ് 18 24,676 ഏകദേശം. അപ്പോൾ ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് മാർക്കറ്റ് ഏകദേശമൊക്കെ എടുത്തിരിക്കുന്നത്, അതായത് ഗ്യാപ്പ് ഡൗൺ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ 3 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഡൗൺ സൈഡ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് നിലവിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് 24,658. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 3 നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് 24, അതാണ് നമ്മൾ പറയുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടൊരു സാധനം പഠിച്ചു വെച്ചിട്ട് അത് തന്നെ അപ്ലൈ ചെയ്യുന്നതിലല്ല, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിന് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഒരു സാധനം പഠിച്ച ഉടനെ, അതായത് ഒരു ഡ്രൈവിങ് പഠിച്ചിട്ട് നേരെ വണ്ടി എടുത്തിട്ട്
ഇപ്പം എം ജി റോട്ടിലേക്ക് പോകുന്ന പോലെ അല്ല എറണാകുളത്തേക്ക്. അവിടെ ഓടിച്ച് തഴക്കവും പഴക്കവും വരുമ്പോഴാണ് നമുക്ക് ഏത് ബ്ലോക്കിലും കയറ്റത്തിലൊക്കെ ഇറക്കത്തിലൊക്കെ ഓടിക്കാൻ പറ്റുന്നു. അപ്പോൾ 3 സപ്പോർട്ട് ലെവലാണ് ഞാൻ മേജറായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 അല്ല 4 എണ്ണം സപ്പോർട്ട് ലെവലുണ്ട്. ഓരോ സ്കിപ്പ് ചെയ്തിട്ടുള്ള ലെവലാണ് കേട്ടോ. 3 സപ്പോർട്ട്, അതായത് സിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4 സപ്പോർട്ട് ലെവലുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സപ്പോർട്ട് 24,658, സെക്കൻഡ് സപ്പോർട്ട് 24,648, തേർഡ് സപ്പോർട്ട് 24,638, ഫോർത്ത് സപ്പോർട്ട് 24,622. അവിടെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഞാൻ ഓരോ സ്റ്റെപ്പാണ് വരച്ച് വെച്ചിരിക്കുന്നത് ഇപ്രാവശ്യം. അത് ഏത് ഗ്യാപ്പിലെ സ്പേസ് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുന്നോ അത് നമ്മൾ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും 21 പോയിൻറ്റിൻ്റെ സ്പേസാണ് ഈ കാണുന്ന സ്ഥലം. മിനിമം 10 പോയിൻ്റാണ് ഓരോ സ്പേസും ഓപ്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ സ്പേസ് കൺഫേം ആയിട്ട് പോയിന്റ് കിട്ടുന്ന ഒരു എൻട്രി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് നമ്മൾ ഓരോ ഡോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മാർക്കറ്റ് RSI സിയിലേക്ക് ക്രോസ് ഓവർ ആവാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ക്രോസ് ഇത് സ്റ്റേബിളായിട്ട് RSI സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ് നേരെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ലൈനിൽ ഉണ്ടാവുന്ന ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഏത് ക്യാൻഡിലിൽ നിന്നാണ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉള്ളതെന്ന് നമ്മൾ കൂടുതൽ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അത് 30 മിനിറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ എന്താണ് SMA മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 30 മിനിറ്റിൽ SMAയിലേക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, SMAയുടെ 30 മിനിറ്റിൻ്റെ സപ്പോർട്ട് ഒരു ബ്ലൂ ലൈൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ചിട്ടേക്കണ ലൈൻ ഇതൊക്കെ ടാലി ആയിട്ടാണ് നിൽക്കുന്നത്. 30 മിനിറ്റിൽ ആ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ്. 1 അവറിലോ 1 അവറിലും ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് മാർക്കറ്റ്. SMA നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ 24,598 നമ്മൾ വരച്ച ഓൾമോസ്റ്റ് ഡൗൺ ഏരിയയിലേക്കാണ്. അപ്പോൾ 2 അവറിൽ നോക്കിക്കഴിഞ്ഞാലോ ഒരു ക്രോസ് ഓവർ ഓൾമോസ്റ്റ് വന്ന് നിൽക്കുകയാണ്. ഒരു പിൻ ബാറ് ഇതിന് 2 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെജോറിറ്റി നോക്കുമ്പോൾ കാലാവസ്ഥ ഒരു മൈനസ് ട്രെൻഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 1 ഡേ ക്യാൻഡിൽ മാത്രമാണ് ഒരു ക്രോസ് ഓവർ അപ്പിലേക്ക് വന്നിരിക്കുന്നത്. അത് SMAയിൽ സപ്പോർട്ട് എടുത്തിട്ട്, അതായത് SMAനെ ക്രോസ് ഓവർ ചെയ്തു SMAയിൽ താഴത്ത് വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ മൈൻഡിൽ വെച്ചാൽ മതി. 15 മിനിറ്റ്സിൽ മാത്രമാണ് മാർക്കറ്റ് ഇപ്പോഴും ഡൗണിലേക്കാണ് നിൽക്കുന്നത്, അപ്പിലേക്ക് പോയിട്ടില്ല. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ RSI 5 മിനിറ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. അത് ഫോക്കസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നോക്കിയാൽ മതി. 2 മിനിറ്റിലും RSI ഡൗൺ സൈഡാണ്. ഇപ്പോൾ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റിൽ ചിലപ്പോൾ ആദ്യം കുറച്ച് അപ്പൊക്കെ കണ്ടേക്കാം. എന്നാലും മെജോറിറ്റി നമ്മൾ ഡൗൺ സൈഡിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,600ൻ്റെ സി നമുക്ക് സെലക്ട് ചെയ്യാം. 24,600ൻ്റെ സി സെലക്ട് ചെയ്യാം. പിയിലാണെങ്കിൽ 24,800ൻ്റെ പി സെലക്ട് ചെയ്യാം. 24,600, 24,800 അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ സിയിൽ ഇപ്പം നിലവിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ആണെങ്കിലും മാർക്കറ്റ് സിയിലേക്കാണ് RSI ക്രോസ് ഓവർ ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 132ന് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ 132ന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് പിയിലേക്കായിരിക്കും മൂവ് ചെയ്യണത്. അതിൻ്റെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ 121 സെക്കൻഡ് സപ്പോർട്ടെന്ന് പറയണത് ഏകദേശം 117. അപ്പോൾ പിയിൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഏരിയ എന്ന് പറയണത് 137, പിന്നെ 125. ഇപ്പോൾ സ്റ്റിൽ 50%ലാണ് സ്റ്റൊക്കാസ്റ്റിക് RSI നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുള്ളൂ. ഈ 50% മാർക്കറ്റ് മൂവ് ചെയ്ത് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്നത് 157ലേക്കായിരിക്കും. അതിൽ ആദ്യത്തെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് 132ന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ പിയിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. അതായത് 150ന് മുകളിലോട്ട് പോയാൽ
157 ഭാഗത്തേക്കായിരിക്കും പി ഇ മൂവ് ചെയ്യണത്. 150 മുകളിലേക്ക് പോയാൽ പി ഇ 140 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സിയും നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ചെറിയൊരു -10 18 പോയിന്റിലാണ് നിൽക്കുന്നത്. ഏതാ പി മൈനസിൽ നിൽക്കുന്നത്. അത് മാക്സിമം ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ആകെ വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 157 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 167. നൂറ്റി 65 നിൽക്കുന്ന 157 ബ്രേക്ക് ചെയ്ത് പി ഇ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 165 പോകുന്നത്. സിയിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ 50 മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു റീക്രോസ് ഓവറിനുള്ള ചാൻസസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സി ഓൾറെഡി അത് ചെക്ക് ചെയ്ത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എഗെയിൻ സിയുടെ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 140 142 മാർക്കറ്റ് മൂവ് ചെയ്യണത്. സിയിൽ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 140 142 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. 140 നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സപ്പോർട്ടിലാണ് സി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 121 എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. അപ്പം നമ്മൾ പറഞ്ഞത് 117 താഴത്തോട്ട് പോയാൽ മാത്രം സി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. 140 ബ്രേക്ക് ചെയ്തു, 141 142 43 145 വരെ ലെവലപ്പ് കിടപ്പുണ്ട്. RSI 15 ക്രോസ് ചെയ്ത് സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. നമ്മൾ 150 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. സിയിൽ ഞാൻ പറഞ്ഞത് ആ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്കായി കഴിഞ്ഞാൽ 140 142 142 ബ്രേക്ക് ചെയ്താൽ 145 നമ്മളുടെ വ്യൂ പറഞ്ഞത്. 143.7 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 145 മാർക്കറ്റ് മൂവ് ചെയ്യും. $144 $145. ഇനിയുള്ളത് 150 അടുത്ത ലെവല്. 146. ഇനിയിപ്പോൾ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോകും. 148 150. അടുത്തത് 155 ലെവല്. ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് 155 മാർക്കറ്റ് മൂവ് ആകത്തുള്ളൂ. ഏകദേശമൊക്കെ ഈ ഇവിടെ 137 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ മെജോറിറ്റി കൺസോൾട്ടേഷൻ സോണാണ്. 154 വരെ വന്നിട്ടുണ്ട്. നമ്മളാ ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ആ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 142 ഇപ്പോൾ എത്ര വരെ എത്തിയിട്ടുണ്ട്? 154.50 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 155 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. Hmm. 142 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിക്കൊരു സ്കോപ്പുള്ളൂ. 142 ബ്രേക്ക് ചെയ്യണം. $155 കറക്റ്റ് ട്രിഗറാണ് ഇടിച്ച് നിൽക്കുന്നത് കേട്ടോ. 155 ആ പിയിൽ സിയിൽ സെക്കൻഡ് ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ കറക്റ്റ് 155 ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഫർദർ മൂവ്മെൻ്റ് ഉള്ളൂ. പിയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് 141
ഏകദേശം ഒരു 138 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 145 പിയുടെ മൂവ്മെൻറ്റ് വരാം. അവിടെ കുറച്ച് സ്ട്രഗിളാണ്, എന്ന് വെച്ചാൽ കൺസോൾട്ടേഷൻ സോണാണിത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. കറക്റ്റ് 155 ടാർഗറ്റ് ട്രിഗർ ചെയ്തിട്ട് റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. സി നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഏകദേശം 135 ഭാഗത്ത് നിന്നപ്പോഴാണ് നമ്മൾ 139 ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അതൊരു 140 നിന്നാണെങ്കിലും നമ്മൾ സ്ട്രൈക്കൊക്കെ നേരത്തെ നോക്കി വെച്ചതാണ്. RSI അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. 139 മേലെ പോയി കഴിഞ്ഞാൽ SMAയിൽ ആദ്യത്തെ ടാർഗറ്റ്, അതിനുശേഷം സ്ട്രെയിറ്റ് ചെയ്ത് 155. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണാം ഹൈ 155, വളരെ ക്ലിയർ കട്ടായിട്ട് 155 ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 140 നിന്നാണെങ്കിലും 15 പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 155. അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നിലവിൽ. അപ്പോൾ ഈ റെഡൊന്നും നമുക്ക് അത്ര വലിയൊരു റെഡായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എഗെയിൻ 155 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 162 ഇട്ട് പോകും. അപ്പോൾ 55, 5, 60, ഒരു 6 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 21 പോയിൻ്റ് ഓൾറെഡി ഓക്കെയാണ്. 157 നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാ? കൺസോൾട്ടേഷൻ സോണ് 157 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ രാവിലെ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ആ 155 മാർക്കറ്റ് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 157 അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 170 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു നോർമൽ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 157 ആണ്. 140 ഒന്നും ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം പിയിലേക്ക് വെറുതെ കോൺസെൻട്രേഷൻ നമ്മൾ ചെയ്യുന്നില്ല. പിയിൽ കിട്ടും, ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ 140 മുതൽ ഒരു 144 വരെയോ 155 വരെയൊക്കെ നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ എൻ്റെ മെയിൻ ഫോക്കസ് സിയിൽ തന്നെയാണ്. നമ്മുടെ ടാർഗറ്റ് 157 ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വരണമെന്നില്ല, സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് വരത്തുള്ളൂ. നൂറ്റി 155 ബ്രേക്ക് ചെയ്താൽ 2 പോയിൻറ്റും കൂടെ 157. അപ്പോൾ അത് ആ സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് പിയിൽ കിട്ടുകയാണെങ്കിൽ പിയിൽ നമുക്ക് എടുക്കാം. ഒരു 140 മുതൽ 145 വരെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ട്രിഗർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് 2 പോയിൻറ്റ് വെയിറ്റ് ചെയ്യണതിന് പകരം ഇപ്പുറത്തൊരു 5 പോയിൻറ്റും കൂടെ കിട്ടിയാൽ അതായില്ലേ. മെയിൻ ഫോക്കസ് സിയിൽ തന്നെയാണ്. കാരണം RSI ഒരു ക്രോസ് ഓവർ വരുന്നത് വരെ സിയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ സ്കോപ്പ്. അത് 155 കൂടെ ബ്രേക്ക് ചെയ്താലാണ് ഒരു 157, 165 ഉള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പം അതിനിടക്ക് ഇവിടെ SMA 146, 144 നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പോയിൻറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം നമുക്ക് സിയിലേക്ക് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാമല്ലോ. 140 നമ്മൾ ഓൾറെഡി പറഞ്ഞ ലെവലാണ്. ആ 139 ബ്രേക്ക് ചെയ്ത് 140 പോയപ്പോഴാണ് നമ്മളത് 155, 157 വരെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആ 155 ഒരു ലൈൻ അവിടെ നിന്നത് കാരണമാണ് നമ്മൾ അതവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നത്. ഇപ്പോൾ വീണ്ടും 141 ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ്. മേടിച്ച് അതേ ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു. അപ്പോൾ കൃത്യമായിട്ട് കയറി കൃത്യമായിട്ട് ഇറങ്ങി നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അപ്പം 141 ബ്രേക്ക് ചെയ്ത് സി താഴത്തോട്ട് ഒരു ഡംപ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പോയിന്റ് പിയിൽ നിന്ന് എടുക്കാം.
നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടൊരു പരിപാടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോസിബിലിറ്റി അല്ല. കാരണം കൺസോൾട്ടേഷൻ സോണിൽ ഒരു 3-4 പോയിന്റ്, 6 പോയിന്റ്, 8 പോയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. ഓ, 145, 140 മുതൽ 145 വരെ പിയിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതും ബ്രേക്ക് ചെയ്താൽ 150ലേക്ക് 150 ടച്ച് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് 150. അപ്പോൾ 40ൽ നിന്ന് 50 വരെ 10 പോയിന്റ്. ആ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ. 150 ബ്രേക്ക് ചെയ്താലാണ് 157ലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ വരച്ച രണ്ടാമത്തെ വരയിലാണ് സി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ വര കറക്റ്റായിട്ട് വന്ന് മുട്ടിയതനുസരിച്ചിട്ടാണ് ഇവിടെ 150 വരെ മാർക്കറ്റ് പോയി നിൽക്കുന്നത്. RSI ഇപ്പം ഇവിടെ ക്രോസ് ഓവറായി കണ്ടോ. അപ്പോൾ ക്രോസ് ഓവറിന് മുമ്പ് ഒരു 155ൽ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ വരച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 157 ട്രിഗർ പ്രൈസ് ഇട്ടിട്ട് നിൽക്കും. പക്ഷേ നമ്മളുടെ കസ്റ്റമൈസ്ഡ് ചാർട്ട് ആയതുകൊണ്ടാണ് 155 ഒരു റിവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ 157 വരെ എത്തിയതുമില്ല, അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയും ചെയ്തു. ആ റിവേഴ്സിൽ നമ്മൾ 140 മുതൽ 150 വരെയും കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്തു. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ 150 ആ 140 മുതൽ 150 വരെയുള്ള 10 പോയിന്റ് എടുത്ത് മാറിയാൽ തീർന്ന്. അത് അവിടെ 150ൽ ടച്ച് ചെയ്ത അറ്റ് എ ടൈമിലാണ് ഇവിടെ നമ്മൾ വരച്ച സെക്കൻഡ് സപ്പോർട്ടിൽ എടുത്തിരിക്കുന്നത്, 132ൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 132ൽ നിന്ന് ഇത് ഇറങ്ങിയിട്ട് മാറി ഇവിടെ കയറാം. അത് ഈ പറഞ്ഞ പോലെ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ 50ക്ക് മുകളിലാണ് ക്രോസ് ഓവർ വന്നിരിക്കുന്നത്. 50ക്ക് മുകളിലാണ് ക്രോസ് ഓവർ വന്നിരിക്കുന്നത്. അത് മേ ബി ഇവിടെ നിന്ന് ഏത് ഡയറക്ഷനിലേക്കും മാർക്കറ്റ് പോവാം. അൺപ്രഡിക്റ്റബിൾ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ, ഏത് ലെവലിലേക്കും. അപ്പോൾ 150 അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 157 വരെയും 167 157, 67, 182 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഒരു അൺപ്രഡിക്റ്റബിൾ ഏരിയ. സി സൈഡ് ഇപ്പോൾ സപ്പോർട്ടാണ് മെയിനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു 50% RSIയിൽ നിൽക്കുന്നത് കാരണം ഒരു പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം രണ്ടും എടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു റിസ്കി എൻട്രി ആണ്, രണ്ടും എടുക്കാം ഇവിടെ മെജോറിറ്റി. ഇപ്പോൾ 135ൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ് ഇവിടെയും 10 പോയിന്റ് ഇവിടെയും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 10 പോയിന്റ് ഇട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. കാരണം ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. പക്ഷേ മെജോറിറ്റി പി സൈഡിലേക്കാണ് ക്രോസ് ഓവർ വന്ന് നിൽക്കുന്നത്. ആ 150 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ആ 150 പിയുടേത് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്കായിരിക്കും മാർക്കറ്റ് 157ലേക്ക് പോകുന്നത്. അതും ബ്രേക്ക് ചെയ്താൽ 167ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സ്ട്രഗിൾ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിയുടെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു റെഡ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഏത് നിമിഷവും തിരിച്ച് മുകളിലോട്ട് വരാം. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ തിരിച്ച് മുകളിലോട്ട് സി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. $155ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 130ക്ക് താഴത്തോട്ട് വന്നാൽ മാത്രമേ പിയിൽ സ്കോപ്പുള്ളൂ. 155ൽ നിൽപ്പുണ്ടെങ്കിലും പി ഈ നിലവിലുള്ള ഹൈ, അതായത് 151 ബ്രേക്ക് ചെയ്താൽ 154ലേക്ക് ഒരു 4 പോയിന്റ്. $130 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയും വേണം സി. കാരണം ഇപ്പുറത്തെ ക്യാൻഡിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം ഏത് നിമിഷവും സിയിൽ ഒരു റിവേഴ്സ് ഉണ്ടാകും. അതായത് തിരിച്ച് അതേപോലെ തന്നെ മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഒരു 130, ഇപ്പോൾ ഒരു 3 സിയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടെന്ന് വിചാരിച്ചു. ആ 3 ഇപ്പുറത്ത് 150 55 ഈസി ആയിട്ട് പിടിക്കാം. ഇപ്പോൾ സിയിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 3 സ്റ്റോപ്പ് ലോസ് ഇടാം. അതിൻ്റെ ടാർഗറ്റ് 157 ആയിരിക്കും. ഇൻ കേസ് ആ 3 സ്റ്റോപ്പ് ലോസ് പോയാൽ 150 55 ഇട്ട് 3 ഈസി ആയിട്ട് പിടിക്കാം. 52 മുതൽ 55 വരെ 3 ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. അത് റിസ്ക് 3 അത് 3 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആവണം. ഒരു വൈറ്റ് ഡോട്ടും കൂടെ ഉണ്ട്, അതാണ് ഏകദേശം 3 അടിക്കും, എന്തായാലും അടിക്കും. അമ്പത്തിനാല് 55, അതായത് അവിടെ റിസ്കി ആയതുകൊണ്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ഹെഡ്ജ് ചെയ്യാം. 2, 3, 5 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ കിട്ടുമെന്ന് പറഞ്ഞത്. 130 റിസ്കി എൻട്രി എടുത്ത് ഒരു 3 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഇപ്പുറത്ത് 151 നിന്ന് 56 വരെ 5 157 എന്നുള്ള ആ ട്രിഗർ പ്രൈസാണ് മാർക്കറ്റ് ഇടിച്ചു നിൽക്കുന്നത്. അപ്പോൾ 52 മുതൽ 57 വരെ 5 കിട്ടിയാലും അപ്പുറത്തെ സ്റ്റോപ്പ് ലോസ് നമുക്ക് തിരിച്ചു പിടിക്കാം. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം അവിടെ ഒരു സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്ന കാരണമാണ് അവിടെ നമുക്കൊരു ഉറപ്പായിട്ടുള്ളൊരു എൻട്രി നമുക്ക് പറയാൻ പറ്റാത്തത്. പക്ഷെ മാർക്കറ്റ് തിരിച്ചു വരണം. 139 സി എന്തായാലും തിരിച്ചു വരണം. അത് കുറച്ച് താഴത്തോട്ട് പോയിട്ടാണെങ്കിലും സാധനം തിരിച്ച് ഈ ഭാഗത്തേക്കൊക്കെ എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരും, വരായികയൊന്നുമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു മൂവ്മെൻ്റൊക്കെ രാവിലെ കഴിഞ്ഞു. 140 മുതൽ 155 50 വരെയൊക്കെ 55 വരെ 2 ട്രേഡിലായിട്ട് അവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ 160 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്താൽ 167 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹെഡ്ജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫൈനൽ ടാർഗറ്റ് 164. നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ പ്രോഫിറ്റബിൾ ആവാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ 152 എന്ന് മാർക്കറ്റ് ഇതിൻ്റെ ഹൈ 10-12 മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 4 പോയാലും എന്താ ഇവിടെ ഒരു 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ 6 പ്രോഫിറ്റാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഹെഡ്ജ് ചെയ്ത് റിസ്ക് എടുത്താലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഒന്നും ആയിട്ടില്ല. ഒരു 167 ഒന്നും പോരാ. 169 ആണ് ഫൈനൽ ടാർഗറ്റ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു പിൻബാറായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏത് ക്യാൻഡിലാണ്? ഈ ഒരു ക്യാൻഡിൽ ഒരു പിൻബാറായിട്ട് ഫോം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 169 ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 മാർക്കറ്റ് ഡൗൺ ആവും. ചെറിയൊരു ഡൗണ്, വലിയ കാര്യമായിട്ടുള്ള ഡൗണുകളോ കാര്യങ്ങളൊന്നും വരത്തില്ല. ആണ് ശരിക്കും. അത് 140 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ മൂവ്മെൻറ്റ് ഇനി നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം RSI സ്റ്റിൽ പി സൈഡിലേക്ക് ഡൈവർജൻസ് ആയി നിൽപ്പുണ്ട്. പിന്നെ അതൊരു സെൻട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരു 5 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടെടുത്ത് ഹോൾഡ് ചെയ്താലും ഏതെങ്കിലും ഒരെണ്ണം പ്രോഫിറ്റിലേക്ക് പോകും എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇനിയൊന്ന് ടാലി ആവണം മാർക്കറ്റ്, ഇനിയൊന്ന് ടാലി ആവണം.
ഇവിടെ ഒരു പിൻ ബാർ വന്നു. അതുകൊണ്ട് ഈ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട്, ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമ്മൾ ഓൾറെഡി നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അതായത് 130 നിന്നാണെങ്കിലും മാർക്കറ്റ് 140 ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാൻഡിൽ എന്താണ്, ഏതാണ് അവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ എത്ര തന്നെ താഴത്തോട്ട് പോയാലും തിരിച്ച് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അത് ഏകദേശം അതിൻ്റെ ഒരു ടിപ്പ് 144 വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പോഴൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ളത് 169 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 168. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കാനായിട്ടൊക്കെ ഈസി ആയിട്ട് പറ്റും. അത് ഓരോ ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ അവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മുമ്പ് 2-3 ക്യാൻഡിലിന് മുമ്പ് എന്താണ് സംഭവിച്ചു വെച്ചിരിക്കുന്നത്, അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമാണ് ആ മൂവ്മെൻ്റൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ എടുക്കുന്ന, എനിക്കിപ്പോൾ ഒരു 21 പോയിൻ്റ് ടാർഗറ്റ് ആണെങ്കിൽ എനിക്കത് ഒറ്റ റൈഡിൽ കിട്ടണമെന്നില്ല. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കി കയറി ഇറങ്ങി നമ്മൾ ഇറങ്ങണം. ചിലപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ മാർക്കറ്റ് ഹ്യൂജ് മൂവ്മെൻറ്റ് പോകും. പക്ഷെ അതിൽ നമ്മൾ പരിതാപപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു പിൻബാർ വന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 169 ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഡൗണിലേക്കുമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. 140 ഭാഗത്തേക്ക് റിജക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം നമ്മൾ പ്രീവിയസ് ആയിട്ട് വരച്ച അതേ ലൈനുകളൊക്കെയാണ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് തന്നെ. 9:36 കൺസോൾട്ടേഷൻ സോണാണ്. നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞ പി ലെവലിലുള്ള ടാർഗറ്റ് ബ്ലൂ ലൈൻ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ് ഇടിക്കത്തുള്ളൂ. അതേപോലെ തന്നെ RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ട് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് സിക്ക് ചാൻസ് ഉള്ളൂ. 24,692 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിനി 24,708 ചാൻസ് ഉള്ളൂ. അതുവരെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കയറേണ്ടടുത്ത് കയറുക, ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് മുഴുവനും കൂടെ വേണം എന്നുള്ള തോന്നൽ. ഇപ്പം നമ്മൾ ഈ ഒരു 9:37 ഇടയ്ക്ക് എത്ര ട്രേഡ് ചെയ്ത്, രാവിലത്തെ ട്രേഡ് 140 മുതൽ 150 വരെ, 150 മുതൽ 55 വരെ സെക്കൻഡ് ട്രേഡ് 5 പോയിൻ്റ് അവിടെ കിട്ടി. ഓൾമോസ്റ്റ് ഇവിടെ ഏതാണ് 145 മറ്റോ ബ്രേക്ക് ചെയ്തിട്ട് 160 വരെ പോയ പോയിൻ്റ് അത് കിട്ടി. എല്ലാം കൊണ്ട് നോക്കുമ്പോഴും 10-30 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റബിളാണ്. ഇനി 160 ബ്രേക്ക് ചെയ്താൽ 169 മൂവ്മെൻറ്റ് കിട്ടും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 184 മൂവ്മെൻറ്റും കിട്ടും. ഇപ്പോൾ ഇവിടെ RSI ഒരു ഡൈവർജൻസ് വരുന്നുണ്ട്. 140 ബ്രേക്ക് ചെയ്താൽ 145 145 ബ്രേക്ക് ചെയ്താൽ 157 നമ്മുടെ ഫൈനൽ പൊസിഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാം. 170 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 45-10 55-10 65 21 പോയിന്റിൽ അല്ലെ പിന്നെ ലോക്ക് ചെയ്തിടണം. നോൺ സ്റ്റോപ്പ് ലൈവായിരുന്നു 34 മിനിറ്റ്, പറഞ്ഞില്ല. ഒരു വ്യൂ അനലൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഫാസ്റ്റാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ രാവിലെ ഒരു വ്യക്തി ഒരു ട്രേഡ് എടുത്തു വെച്ചു, സ്വസ്ഥമായി സമാധാനത്തോടും കൂടി ഹോൾഡ് ചെയ്ത് സാവകാശം പ്രോഫിറ്റ് എടുത്ത് ഒരു ടെൻഷനും ഇല്ലാതെ ട്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് എപ്പോഴും പോസിബിൾ ഇല്ല. ഈ പറഞ്ഞ കടലിൻ്റെ സ്വഭാവം പോലെയാണ്. ചിലപ്പോൾ കടൽ വലിയ തിരമാലകൾ വരാം, ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കാം. അപ്പോൾ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വേണം നമ്മൾ കടലിലിറങ്ങാനെന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് എന്തായാലും മാർക്കറ്റ് വരും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പിയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇവിടെ ഒരു പിൻബാർ വന്നു. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് ഒരു റിവേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. എഗെയിൻ 140-145 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു പ്ലേസ് ഉണ്ട് 157. ആ 157 മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് 21 പോയിന്റ്സ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഫൈനൽ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ ഫൈനൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 111 ആണ് വളരെ മേജറായിട്ടുള്ളൊരു സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ട്രൈക്ക് 24,600 150 ഒരു 157 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി 160 169 184 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും. അപ്പോൾ നമ്മൾ സിയുടെ ഡെൽറ്റ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിയുടെ ഡെൽറ്റ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കാം. പിയുടെ മൂവ്മെൻറ്റിന് വേണ്ടി നടക്കട്ടെ. നമുക്ക് ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് നാളെ എക്സ്പയർ ചെയ്ത് കാരണം അത് തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് 200-ൻ്റെ ആണ് ഇത്തിരി മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ 202-ൻ്റെ സെലക്ട് ചെയ്താൽ $111 അടുത്ത സപ്പോർട്ട് ഏരിയ. 120 ഒരു സപ്പോർട്ടാണ്, പിന്നെയുള്ള സപ്പോർട്ട് 111 സിയുടേത്. 140 145 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 157 നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 157 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 169 184 ഫോക്കസ് ചെയ്യാം. ഇന്നലെ മാർക്കറ്റ് എന്തായിരുന്നോ അതേപോലെയുള്ള സാഹചര്യത്തിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSI സിയിലേക്ക് ഒരു ഡൈവർജൻസ് ഒക്കെ വരുന്നുണ്ട്. RSI ഒരു ഡൈവർജൻസ് ഇവിടെ താഴെ വരുന്നുണ്ട്, ഇവിടെ പിയിൽ ഒരു മടക്കും വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഏത് നിമിഷവും സിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് എവിടം വരെ എത്തും, 196 വരെയൊക്കെ മാർക്കറ്റ് എത്താനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 157 മേലിലോട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിട്ട് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാം. 50 മിനിറ്റ്സിൻ്റെ RSI ഡൈവർജൻസ് ആവാനൊക്കെ തയ്യാറെടുത്തിട്ടാണ് നിൽക്കുന്നത്. SMA മോളിലാണ്. 30 മിനിറ്റിൽ 50 ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. SMAയിൽ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞത് പ്രകാരം മോർണിംഗ് SMAയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരാമെന്ന് പറഞ്ഞു. അത് 30 മിനിറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 1 അവറിലാണ്, അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് 157 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നു. 157 അവിടെ ഉണ്ടെങ്കിൽ 157ലേക്ക് മാർക്കറ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാത്തിരിപ്പ്. വരേണ്ടടുത്ത് മാർക്കറ്റ് വരണം, വരാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ അവിടെ നിന്ന് അപ്ഡേഷൻ ചെയ്ത് പോയാൽ 170 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 196 ആണ് മെജോറിറ്റിയുള്ള ടാർഗറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അതിപ്പോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതുകൊണ്ടാണ്. ഒരു ബിഗ് മൂവ്മെൻറ്റ് ഇപ്പോൾ വരും, അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും പാനിക് ആകണേലും നല്ലതല്ല. നമ്മൾ ഇന്നലെ ഇതേ മാർക്കറ്റ് തന്നെയായിരുന്നു. ഇന്നലെ ഇതേ സമയത്ത് ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് ഒരു 185 ബ്രേക്ക് ചെയ്തിട്ട് 96 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഏകദേശ സമയം, ഏകദേശ ടൈം, ഏകദേശം ബ്രേക്കൗട്ട്, ഏകദേശ കൺസോൾട്ടേഷൻ ഇന്ന് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 157 നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു. പക്ഷെ അതൊന്നും ഒരു ഏരിയ അല്ല. 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റിൽ ഇനി ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ PE കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മാക്സിമം എവിടം വരെ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾറെഡി ഡണ്ണാണ്. ഫൈനൽ ടാർഗറ്റും റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ പറഞ്ഞു 155 വന്നപ്പോൾ 157 മുട്ടാനായിട്ടുണ്ട്, താഴത്തോട്ട് പോയിട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് വരും, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടക്ക് നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞത് 157 വന്നതിന് മുമ്പ് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പിയിൽ കുറച്ച് പോയിന്റുകളൊക്കെ എടുക്കാം. അതിനുശേഷം കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പോയിന്റും കൂടെ സിയിലെടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈൻ, വയലറ്റ് ലൈൻ ഓൾറെഡി ഉള്ളത് കാരണം ഏകദേശം ഇനിയൊരു എന്താ പറയണ്ടേ, ഒരു 164 170 ഒക്കെ മാർക്കറ്റ് ഇനിയും വരാനായിട്ടൊക്കെ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം അറിയാതെ നമ്മളിനി ചാടിക്കയറി പീയിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഇത് ഈ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി ഇറക്കിയേക്കണതിൻ്റെ സെയിം മെത്തേഡാണ്. ഇവിടെ നിന്ന് എങ്ങനെ വന്നോ അത് 1/3 ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 1/3 മൂവ്മെൻ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റും ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 166 ആണ് ഏകദേശമൊക്കെ റീച്ച് ചെയ്തിരിക്കുന്നത്. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു 166 എന്നുള്ള ഒരു ലെവൽ. 164 ഈ ഒരു ലെവലാണ് നമ്മൾ ഏകദേശം പറഞ്ഞത്. അതും കഴിഞ്ഞ് 170യും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ എവിടെയെങ്കിലും ഒരു ന്യായമായ സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാം, മാർക്കറ്റിനെ പതുക്കെ ഒരു 196ലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എനിവേ വീഡിയോ ഞാൻ പോസ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം, നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വ്യക്തമായിട്ടുള്ള വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എൻട്രി എക്സിറ്റ് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സോടുകൂടി വന്നു കഴിഞ്ഞാൽ ലൈവിൽ വലിയ തട്ടുകേടില്ലാതെ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിളായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇൻ കേസ് എവിടെ വെച്ചിട്ടെങ്കിലും കട്ടായി കഴിഞ്ഞാൽ ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കുക. എനിവേ ഓൾ ദി ബെസ്റ്റ്. അതായത് 132 138 ഈ ഒരു മഞ്ഞ ലൈനിൽ മുട്ടിയപ്പോൾ സിയിൽ നമുക്കൊരു എൻട്രി വേണമെങ്കിൽ പോസിബിൾ ആക്കാം. ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ ടാർഗറ്റ് 196 ഏകദേശം. നേരെ മറിച്ച് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് 148 മുതൽ 169 വരെ എടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം, വർഷങ്ങളൊന്നുമില്ല. അവിടെ പോയത് ഇപ്പുറത്ത് തിരിച്ചു പിടിക്കണം. അപ്പോൾ നമുക്കത് ഏത് രീതിയിൽ മൂവ്മെൻ്റ് ആയി എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്തിട്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. RSI 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 150 താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ CE വീണ്ടും എഗെയിൻ ഡൗണിലേക്ക് പോകും. അപ്പോൾ നമ്മൾ 142 എൻട്രി. ഏകദേശം ഒരു 9 പോയിൻ്റ് 10 പോയിൻ്റ് അടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ലോക്കാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. കാരണം ഇവിടെ RSI ക്രോസ് ഓവർ ആയിട്ട് 125 ഒരു പക്ക സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പിയിൽ എഗെയിൻ ഡൗണിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇവിടെ 125 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ള പോലെ തന്നെ ഇവിടെയും 150 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടിലാണ് സി നിൽക്കുന്നത്. അപ്പോൾ അത് മേ ബി മേളിലോട്ട് പോകാം, പോയിക്കൂടായില്ല. അങ്ങനെ പോയാൽ ഇനിയൊരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 196 നിൽക്കുന്നത് പോയി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ടാർഗറ്റ് 170, സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 196 ആണ്. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 142 എടുക്കുക, 150 ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ 150 10 പോയിൻ്റ് കിട്ടുക, ഇല്ലാന്നുണ്ടെങ്കിൽ 196 ഇറങ്ങുക. ഈ രണ്ട് തീരുമാനങ്ങളാണ് എന്നെ സംബന്ധിച്ചുള്ളത്. 155 ഒന്ന് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 155 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ വിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ 170 196. കാരണം RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അതൊരു അലർട്ടാണ് നമുക്കുള്ള, ശ്രദ്ധിച്ചോളാൻ പറഞ്ഞിട്ടുള്ള അലർട്ടാണ്. അപ്പോൾ മാക്സിമം കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യാം എന്നുള്ള കണ്ടീഷനാണ്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും നമ്മളുടെ ഒരു 21 പോയിൻ്റ് അടുത്ത ആ ഒരു ടിപ്പ് ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് കറക്റ്റായിട്ട് ഇടിച്ച് നിൽക്കുന്നത്. കാരണം ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് മാർക്കറ്റ് ഇടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 196 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ 42 ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എത്ര പോയി, 67 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 42 എടുത്താലും 52 62 67 25 പോയിൻ്റ് 21 പോയിൻറ്റും പോയിട്ട് ബാക്കി 4 പോയിൻ്റ് ഇപ്പോഴും പ്രോഫിറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞത് 150 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ വിടുക. 42 10 52 13 പോയിൻ്റ് ഓൾറെഡി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ലോഡ് സൈസ് ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ അതിലൊരു 5 എണ്ണവും 7 എണ്ണവും ഒക്കെ വിൽക്കാം. ബാക്കിയുള്ളത് 155 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയ വിൽക്കാം എന്നുള്ള പരുവത്തിൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അല്ലാണ്ട് എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് വിൽക്കാനൊന്നും നിൽക്കണ്ട. ഉള്ളതിൻ്റെ ഒരു 80% നമ്മൾ ഈ ഭാഗത്ത് സെയിൽ ചെയ്യുക. അതായത്
21 പോയിൻ്റാണ് നമ്മളുടെ ഡെയിലി ടാർഗറ്റ്. അത് ഓൾറെഡി രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മൾ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുത്തതാണ്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 170 ആണ്. 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോയി നിൽക്കാനുള്ളത് 196ലേക്കാണ്. 172 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 72 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യണത്, അല്ലെങ്കിൽ 1/3 ആയിട്ട് മൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ക്യാരക്ടർ അതാണ്. രണ്ടാമത്തെ കേസ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവിലേക്കാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. ഇത് വളരെ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പോൾ അപ്പുറത്തെ 170യും ഇപ്പുറത്തെ ലോവർ വിക്കും ഏതാണ്ടൊക്കെ ഒരു സിമിലാരിറ്റി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ PE സപ്പോർട്ട് എടുക്കാനുള്ള 94ലേക്കാണ്. ഇപ്പോൾ മെജോറിറ്റി പോർഷൻ 70യിൽ കൊടുത്താലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനി ചെറിയൊരു വിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏത് ഭാഗത്തേക്കായിരിക്കും പോണേ? 179ലേക്കായിരിക്കും അടുത്ത വിക്ക്. അതായത് ഇനി നമ്മൾ ഈ ഒരു 2 ചാർട്ടുമായിട്ട് ടാലി ചെയ്യുമ്പോൾ പിയിൽ 93ലേക്കൊരു ഫാള് വരുമ്പോൾ ഇപ്പോഴത്തെ ക്യാൻഡലിൻ്റെ ലോ വരുമ്പോഴത്തേക്കും അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 178 ആണ്. ആ 178 സെക്കൻഡ് ടാർഗറ്റാണ്. തേർഡ് ടാർഗറ്റാണ് 196 ആയിട്ട് മാർക്കറ്റിൽ വരത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് 160. ഇപ്പോൾ നമ്മൾ 150 പറഞ്ഞു, അത് 155ലേക്ക് നമ്മൾ കയറ്റി വെച്ചു. എഗെയിൻ നമ്മൾ 160ക്ക് താഴത്തോട്ട് കയറ്റി വെച്ചാലും വലിയ വിഷയങ്ങളില്ല. അങ്ങനെ നമുക്ക് ട്രെയിൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു സ്ട്രഗിളിങ് പൊസിഷനിലാണ് 170 മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊരു മൂവപ്പ് കിട്ടിയാൽ മാത്രമാണ് അടുത്ത സെക്കൻഡ് ടാർഗറ്റ് 178ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു തീരുമാനമാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ലോവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉറപ്പിച്ചൊരു 170 പറഞ്ഞതിൻ്റെ റീസൺ. ആ 170 ബ്രേക്ക് ചെയ്ത താഴത്തേക്ക്, അതർവൈസ് ഇവിടെ വെച്ചിട്ട് ഏകദേശമൊക്കെ ഒരു തീരുമാനമാവും. അപ്പോൾ നമ്മുടെ സേഫായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് മാർക്കറ്റ് എത്തി. ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് 142 എന്നാണ് ഫൈനൽ എൻട്രി എടുത്തത്. 142 170 വരെ ഈസി ആയിട്ടൊരു സേഫ് സോൺ നമ്മൾ റൈഡ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി 21 പോയിന്റിൽ ലോക്ക് ചെയ്യുക. ഒന്നെങ്കിൽ എനിക്ക് 21 പോയിന്റ് പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ 170യിൽ ഒരു 2-3 കൊടുക്കുക. ഇപ്പോൾ 10 ലോട്ടാണ് എടുക്കണമെങ്കിൽ 170യിൽ ഒരു 3 കൊടുക്കാം, ബാക്കി 7 ഹോൾഡ് ചെയ്യാം. അത് നമുക്കൊരു 160ക്ക് താഴെ ക്ലോസ് ചെയ്ത് വെച്ചാലും 142, 52, 62, 63, അതായത് ഒരു 21 പോയിന്റ് ആണെങ്കിൽ ഒരു 60ന് പൊക്കത്തോട്ടൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് കയറ്റി നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് എവിടെ കൊണ്ടുപോകാനായിട്ടാണ് നമ്മളീ പാട് കഴിക്കണേ? 196 കൊണ്ടുപോകാനായിട്ടാണ് നമ്മളീ പാട് കഴിക്കണേ. അതെവിടം വരെ എത്തി? സെക്കൻഡ് ടാർഗറ്റായിട്ടുള്ള 177 എത്തി. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ട്രെയിൽ ചെയ്യണം, എങ്ങനെ മാർക്കറ്റിനെ മൂവ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകണം, ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കണം, എവിടെ ട്രെയിൽ ചെയ്യണം. അപ്പോൾ 190, ഏകദേശം 190 ആയിട്ടുണ്ട്, 191 ആയിട്ടുണ്ട്. ഇവിടം വരെ ഒക്കെ എടുത്താലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. 15 മിനിറ്റ്സിൽ നോക്കാം എന്താണ് അവിടെ പരിപാടി എന്നറിയട്ടെ. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്ക് ക്രോസായി. ആ ബേസിസിലാണ് നമ്മൾ എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഒന്നെങ്കിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ 196. പക്ഷെ 196 നിൽക്കുന്ന ലക്ഷണം കാണണല്ലോ. മാർക്കറ്റ് 210 വരെ പോകാനായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ചാർട്ടിനോടൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, 196 ട്രേഡ് വൈൻഡപ്പ് ചെയ്തേക്കാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 195, 196 ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. അവിടെ നിന്ന് ഇനിയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 210 വരെയൊക്കെ പോകും. കാരണം മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഏതായാലും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 210 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 225 വരെ മാർക്കറ്റ് പോകും. അവിടെ നിന്നും മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് 255 വരെയൊക്കെ മാർക്കറ്റ് പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇന്നലത്തെ ഏകദേശമൊക്കെ മാർക്കറ്റിൻ്റെ സിമിലാരിറ്റിയാണ്. ആ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ.
അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമ്മൾ 142 കയറി. ഒന്നെങ്കിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, ഇല്ലെങ്കിൽ 196 ടാർഗറ്റ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് RSI അവിടെ ഒരു ക്രോസ് ഓവറും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചാർട്ടിൽ നമ്മൾ വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ ചാർട്ട് എന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര പോയിൻ്റാണ് അവിടം വരെ? ഇനി മാർക്കറ്റ് മുകളിലോട്ടൊക്കെ പോകാം, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി വറീഡ് ആവുന്നില്ല. മാർക്കറ്റ് ഇനിയും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോ വരച്ചത് കുറച്ചൊന്ന് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആരോ അവിടെ നിന്ന് മാറ്റേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ആരോ 196 ഇടേണ്ടത്. നമ്മൾ സ്ട്രൈക്ക് വെച്ചിട്ട് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ്. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 24,749 എന്നുള്ള ലെവലിലാണ് റെസിസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത് 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ. മാർക്കറ്റ് ശരിക്കും 24,766 വരെയൊക്കെ ചെല്ലാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്ന ഒരു ടാർഗറ്റിലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 24,766 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിവിടെ ഒരു 3 ക്യാൻഡിൽ ഇവിടെ തന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് 24,766 കൂടെ മുട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇനിയും ഇരിക്കുന്നില്ല. നമ്മൾ ചാർട്ടിനൊരു വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. 196 എത്ര വരെ പോയിട്ടുണ്ട്? 199 വരെ പോയിട്ടുണ്ട്. 3 പോയിൻറ്റിൻ്റെ ഇതിലാണ് നമ്മൾ പരിപാടി തീർത്തത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നേരിട്ട് വിളിക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.